പ്രീമിയർ ലീഗ് ക്ലബ് അസ്റ്റൺ വില്ല ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടി. മാഞ്ചസ്റ്റർ സിറ്റി ടോട്ടനത്തെ പരാജയപ്പെടുത്തിയതോടെയാണ് അസ്റ്റൺ വില്ല ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത ഉറപ്പാക്കിയത്. പ്രീമിയർ ലീഗിൽ ഒരു മത്സരം ശേഷിക്കെയാണ് ഉനായി എമറിയും സംഘവും 4ാം സ്ഥാനം ഉറപ്പിച്ചത്. ലീഗിൽ 37 മത്സരങ്ങളിൽ നിന്ന് 20 ജയവും 8 സമനിലയും 9 തോൽവിയുമായി 68 പോയിന്റാണ് അസ്റ്റൺ വില്ലയ്ക്കുള്ളത്. അഞ്ചാമതുള്ള സ്പെർസിനേക്കാൾ 5 പോയിന്റ് ലീഡ് അസ്റ്റൺ വില്ലയ്ക്കുണ്ട്. ഇതോടെ ലീഗിൽ അവസാന മത്സരത്തിൽ സ്പെർസ് ജയിച്ചാലും അസ്റ്റൺ വില്ലയുടെ 4ാം സ്ഥാനത്തിന് കോട്ടം വരില്ല. 1982-83 സീസണിലാണ് ഇതിനു മുൻപ് അസ്റ്റൺ വില്ല യൂറോപ്യൻ കപ്പിൽ കളിക്കുന്നത്. 1991-92 യൂറോപ്യൻ കപ്പിൽ നിന്ന് ചാമ്പ്യൻസ് ലീഗിലേക്ക് റീബ്രാൻഡ് ചെയ്തതിനു ശേഷം വില്ല ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടുന്നത് ആദ്യമാണ്. ചൊവ്വാഴ്ച രാത്രി വില്ലയുടെ കളിക്കാരും സ്റ്റാഫും അവരുടെ വാർഷിക അവാർഡ് നൈറ്റിൽ പങ്കെടുക്കുന്നതിനിടെയാണ് ടോട്ടനം ഹോട്ട്സ്പർ സ്റ്റേഡിയത്തിലെ ഫലം വരുന്നത്. ഇതോടെ കളിക്കാർ ആഹ്ലാദിക്കുകയും ഷാമ്പെയിൻ തളിക്കുകയും ചെയ്തു. ഇതിന്റെ ചിത്രങ്ങൾ ക്ലബ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ഇത് വളരെ സവിശേഷമായ ദിവസമാണ്. ഇത് ഞങ്ങളുടെ സ്വപ്നമാണ്. ഞങ്ങൾ ഈ സീസൺ ആരംഭിച്ചു. ഞങ്ങൾക്ക് പരിക്കുകളുണ്ടായിരുന്നു, പക്ഷേ ടീം എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇത് അതിശയകരമാണ്. ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നതാണ് ഏറ്റവും മികച്ചത്, അസ്റ്റൺ വില്ല പരിശീലകൻ ഉനായി എമറി പറഞ്ഞു. അർജന്റീനയുടെ ലോകകപ്പ് ജേതാവും ഗോൾഡൻ ഗ്ലൗ വിന്നറുമായ എമി മാർട്ടിനസ് ആണ് അസ്റ്റൺ വില്ലയുടെ ഗോൾ വലകാക്കുന്നത്. സീസണിൽ ഇതുവരെ 34 പ്രീമിയർ ലീഗ് മത്സരങ്ങളാണ് എമി വലകാത്തത്. 95 സേവുകളാണ് എമി നടത്തിയത്. 8 മത്സരങ്ങളിൽ ക്ലീൻ ഷീറ്റ്. സീസണിൽ 19 ഗോളുകൾ നേടിയ ഒലി വാറ്റ്കിൻസ് ആണ് വില്ലയുടെ മുന്നേറ്റത്തിലെ പ്രധാനി. യൂറി ടിയൽസ്മാൻ, ലിയോൺ ബെയ്ലി, മക്ഗിൻ, ഡഗ്ലസ് ലൂയിസ്, പൗ ടോറസ്, ഡിഗ്നെ, കോൺസ, മൂസ ഡിയാബി, ഡുറാൻ എന്നിവരാണ് ഉനായി എമറിയുടെ സംഘത്തിലെ മറ്റു പ്രധാന താരങ്ങൾ. ലീഗിലെ അവസാന മത്സരത്തിൽ വില്ല ഞായറാഴ്ച ക്രിസ്റ്റൽ പാലസിനെ നേരിടും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.